ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. പ്രത്യേകിച്ച് അറിവില്ലെങ്കിൽ അന്ധമായ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ച് ബഹളം വെക്കുന്ന വ്യക്തികളുണ്ടല്ല, അവർക്കുള്ളതല്ല. നിന്റെ ഉള്ളിൽ ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു ചെറിയ അറിവെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. അതല്ലാതെ വെറുതെ വന്ന് ബഹളം വെക്കാനാണെങ്കിൽ ഡാർലിംഗ്, ഗെറ്റ് ഔട്ട്. മൈ ഡിയറസ്റ്റ് ഫ്രണ്ട്, നിനക്കിത് താങ്ങാൻ പറ്റൂല. ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തായിരുന്നു, ഐ ക്യാപ്ചർഡ് ദ ഗോഡ് എന്ന്. ആ വീഡിയോയ്ക്ക് വന്ന കമന്റ്സ് കണ്ടപ്പോ എനിക്ക് തലയൊക്കെ പുകഞ്ഞു പോയി. നിങ്ങൾ ഇത്രത്തോളം ചിന്തിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് അപ്പോഴാണ് മനസ്സിലായി ഇത്രയൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരാണ് എന്റെ കമന്റ് ബോക്സിലൊക്കെ വന്ന് കമന്റ് ഇടുന്നതെന്ന്. ഞാൻ തന്നെ എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ ചെയ്ത് ലാസ്റ്റ് അത് കൈൻഡ്നെസ് എന്നൊരു കാര്യത്തിൽ പോയി തീർത്ത്. പക്ഷെ എനിക്കൊക്കെ വന്ന കമന്റ് നോക്ക്, ഞാൻ ഇത് സൈഡിൽ കാണിച്ചുതരാം. അതായത് കുണ്ടലിനി യോഗയോ ക്രിയായോഗയോ പരിശീലിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒന്ന് ആസ് ഇൻ മൈക്രോ സോ ഇൻ മാക്രോ. അതായത് നമ്മൾ പുറത്ത് തരുന്ന ആ പവർ വന്നിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നും അത് മെഡിറ്റേഷൻ വഴിയും ധ്യാനത്തിലൂടെയും നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് അങ്ങേരുടെ ഒരു പോയിന്റ്. അടുത്തത്, ഇത് എവല്യൂഷൻ സംബന്ധിച്ചുള്ള ഒരു ക്വസ്റ്റ്യനാ. അതായത് നമ്മുടെ ബോഡിയിലുള്ള ആവശ്യമില്ലാത്ത ഓർഗൻസ് എന്തിനാണ് ഈ ദൈവം ഇങ്ങനെ ആവശ്യമില്ലാതെ ഉണ്ടാക്കി വെച്ചിരിക്കണേന്ന്. അങ്ങനെ രണ്ടാമത്തെ പോയിന്റ്, ദൈവം എന്ന സങ്കല്പന ഇങ്ങനെ ഉണ്ടായി. അതായത് മനുഷ്യന്റെ തലച്ചോറിൽ എപ്പോഴും കാര്യങ്ങൾക്കിടയിൽ ഒരു ബന്ധം കണ്ടെത്താൻ ശ്രമിക്കും. സപ്പോസ് നമുക്ക് ആ ഉത്തരം ലഭിച്ചില്ലെങ്കിൽ ആ അസ്വസ്ഥത ഒഴിവാക്കാൻ ആരോ ദൈവം എന്ന ആശയം കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ബുദ്ധിമാനായ ചിലര് വന്നിട്ട് സാധാരണക്കാരെ ചൂഷണം ചെയ്യാൻ വേണ്ടി അത് ദൈവ കഥകളാക്കി. വേറൊരു പോയിന്റ് അല്ലേ, നിലവില്ലേ? ഇങ്ങനെ പറഞ്ഞാൽ മൂന്നാമത്തേതും ഒന്നാമത്തേതും സെയിം അല്ലേ, കെയോസ് ആൻഡ് എൻട്രോപ്പി ആണ് മൂന്നാമത്തെ. എന്തായാലും ഒരു ഏത്തിസ്റ്റ് ആണോ റേഷണലിസ്റ്റ് ആണോ എന്ന് അറിയണില്ല. അടുത്തത് മൂന്നാമത്തെ, വായിച്ചു നോക്കിക്കോട്ടാ, വായിച്ചോ. ഇതൊരു പക്കാ ഫിലോസഫിയാ. ഇത് നാലാമത്തെ ചോദ്യം, ശരി ദൈവം ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, എങ്കിൽ ആ ദൈവത്തെ ആര് സൃഷ്ടിച്ചു? ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ അല്ലേ? ഇതാണ് എനിക്ക് വന്ന കമന്റ്. ഇതൊക്കെ കണ്ടപ്പോ എന്റെ തല പുകയാതെ എന്താ ചെയ്യാ? ഇത്രയും ബുദ്ധിയുള്ള സാധനങ്ങളുടെ അടുത്താ ഞാൻ കുടുങ്ങിയിരിക്കണം ഇപ്പോ. മനസ്സിലായോ? എന്നാൽ നമുക്ക് ആൻസർ പറയാം. ചിലപ്പോ നീ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഒരു വിഷമില്ലാത്ത പാമ്പാണ്. പക്ഷെ ഡാർലിങ്, നിനക്ക് അവിടെ തന്നെ തെറ്റിയടാ. നീ അറിയാതെ കയറിയത് ഇച്ചിരി വിഷമുള്ള പാമ്പിന്റെ അടുത്താ. പക്ഷെ എനിക്ക് നിന്റെ വിഷം കുടിക്കാൻ തോന്നാ, അതിനെ പിടിച്ച് പച്ചക്ക് കീറി കഴിക്കാന്. ഇപ്പോഴൊക്കെ ഫിലോസഫി പറയാൻ പോലും കടുപ്പുള്ള വേർഡ്സ് വേണോ? വലിയ വലിയ വേർഡ്സ് മാത്രം ഉപയോഗിച്ചാൽ മാത്രമേ ഫിലോസഫി എന്നുണ്ടാ. അതാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാനും സംസാരിക്കാം. നിങ്ങൾ പറയുന്ന ദി ഇസം ഉണ്ടല്ലോ, ഒരു പേഴ്സണൽ ഗോഡ്, നിന്നെ സ്നേഹിക്കുന്ന ദൈവം, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ ഒരു വാച്ച് വരെ ഉണ്ടാക്കി വെച്ചിട്ട് പോയ ആ ക്ലോക്ക് മേക്കർ, നിന്റെ ആ ഡിഇസം, അതും അല്ലെങ്കിൽ പ്രപഞ്ചം തന്നെയാണ് ദൈവം എന്ന് പറയുന്ന നിന്റെ ആ പാൻതിയിസം, താങ്കൾക്ക് ഏതാണ് വേണ്ടത്? ഏതാണ് ഞാൻ പറയേണ്ടത്? ദൈവം ഒരു ഓംനിപോട്ടന്റ് ആണെന്നും, അതായത് സർവശക്തനാണെന്നും, ഓംനിസൈന്റ് ആണെന്നും, അതായത് സർവജ്ഞാനി, ഇല്ലെങ്കിൽ ഇമ്മ്യൂട്ടബിൾ ആണെന്നും, അതായത് മാറ്റമില്ലാത്തവനാണെന്നും, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മാത്രമാണ് ഫിലോസഫി. നിങ്ങളുടെ ഈ പൊള്ളയ വാക്കുകൾക്കപ്പുറം ഒരു സത്യമുണ്ട്. ആ സത്യം നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. ആക്ച്വലി എന്നെ അഭ്യർത്ഥിച്ച് നിങ്ങളുടെ ഈ ഗ്രാൻഡ് പാരഡോക്സ് ഇല്ലേ, അത് വേറെ എനിക്ക് കുട്ടിക്കളികൾ മാത്രം. നിന്റെ ആ കൊച്ചു തലച്ചോറിന് താങ്ങാൻ പറ്റുന്ന അത്രയ്ക്കും ലളിതമായി നിന്റെ ഈ വലിയ ബുദ്ധിജീവി കുമിളകൾ ഞാൻ ഇന്ന് പൊട്ടിച്ചു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ലോകം ഒരു ഇൻഫിനിറ്റി ലൂപ്പാണെന്ന് പറയുന്ന ആ ക്വസ്റ്റ്യൻ, അതായത് ദൈവത്തിന് ആരാണ് സൃഷ്ടിച്ച ആ ലൂപ്പ്. നിങ്ങൾക്ക് ഈ റബ്ബർ ബാൻഡ് കാണുന്നുണ്ടോ? ഇതൊരു വട്ടല്ലേ? ഇതിന്റെ തുടക്കം എവിടെയാണ്? നീ ഇവിടെ തൊട്ടാൽ ഇതിന്റെ പുറകിൽ വേറൊരു ഭാഗമുണ്ട്. നീ അങ്ങോട്ട് നീക്കിയാൽ അതിന്റെ പുറകിൽ വേറൊരു ഭാഗമുണ്ട്. ഇതിന് തുടക്കം പറയാൻ പറ്റുമോ? പറ്റില്ല, കാരണം ഇത് വട്ടത്തിലാണ്. പക്ഷെ നമ്മളെല്ലാരും വിചാരിക്കണത് പ്രപഞ്ചം ഒരു പെൻസിൽ പോലെയാണെന്നാ.
അതായത് ഒരറ്റത്ത് കൂർപ്പായിട്ടുണ്ടാവും, മറ്റേ അറ്റത്ത് വന്നിട്ട് ഇറൈസർ. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കണത് ആദ്യം ആരാണ് ഉണ്ടായത് എന്ന്. പക്ഷേ ഈ പ്രപഞ്ചം ഈ റബ്ബർ ബാൻഡ് പോലെയാണെങ്കിലോ, ഒരു വട്ടത്തിലുള്ള ഒന്നിന് തുടക്കം തന്നെ ഇല്ലെങ്കിലോ, അപ്പോൾ ദൈവത്തെ ആരാണ് സൃഷ്ടിച്ചത് എന്ന ചോദ്യം തന്നെ തെറ്റല്ലേ? അതായത് ഒരു പന്ത് ഉരുളുമ്പോ പന്തിന്റെ ഏത് ഭാഗമാണ് ആദ്യം നിലത്ത് മുട്ടണേ? അതുപോലെ തുടക്കമില്ലാത്ത ഒന്നിന് സ്രഷ്ടാവ് ക്രിയേറ്റർ ആരാണ് എന്ന് ചോദിക്കുന്നത് തന്നെ നമ്മെ കുഴപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ചോദ്യമല്ലേ? രണ്ടാമത്തെ ചോദ്യം, ഈ ലോകത്തിന് എന്തിനാണ് ഇത്രയൊക്കെ പ്രോബ്ലംസ്, കുഴപ്പങ്ങൾ? എന്തിനാണ് എല്ലാവരും തെറ്റായി പോകുന്നത്? പരിണാമത്തിൽ പിഴവുകൾ എന്തിന്? അതല്ലേ ക്വസ്റ്റ്യൻ. ഒരു കൊച്ചുകുട്ടി മണ്ണ് കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവനൊരു മൺവീട് ഉണ്ടാക്കും, പിന്നെ അത് ഉടയ്ക്കും, വീണ്ടും ഉണ്ടാക്കും. അവനത് വെറും കളിയാ, ചിരിച്ചുകൊണ്ട് കളിക്കും. പക്ഷേ ആ മണൽ വീടിനുള്ളിലുള്ള ഉറുമ്പിന് അതൊരു വലിയ പ്രളയമാണ്. ആ വീട് ഇടിഞ്ഞു വീഴുന്നത് ആ ഉറുമ്പിന്റെ ലോകത്തിന്റെ അവസാനം പോലെയാ. നമ്മൾ കാണുന്ന ഈ തെറ്റുകളും കുഴപ്പങ്ങളും ദൈവത്തിന്റെ കയ്യിൽ അതൊരു മണ്ണ് മാത്രമാണ്. അവരിപ്പോഴും കുഴച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യണത്. അപ്പോ കളി ഇനി തീർന്നിട്ടില്ല. കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ അവനോട് ചോദിക്കുന്നത് എന്തിനാ ഇത്ര കുഴപ്പം, എപ്പോഴും പൂർണ്ണമാവണത് എന്നൊക്കെയാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ പണി തീരാത്ത വീട്ടിൽ കയറി നിന്ന് എവിടെയാണ് ജന്നൽ എന്ന് ചോദിക്കുന്ന പോലെയാ. ആദ്യം കളി തീരട്ടെ, പിന്നെ നോക്കാം. മൂന്നാമത്തെ ചോദ്യം, ഐലാൻഡൊക്കെ കൊണ്ടുവന്ന ചോദ്യം, നീ ജനിച്ച സ്ഥലം, മതം, അത് ഇത് മറ്റേത് മറിച്ചെല്ലാം മാറില്ല എന്ന് ചോദിച്ച ആള്. തീർച്ചയായും മാറും. നീ ഒരു ചുവന്ന ഉടുപ്പിട്ടാ നീ ചുവപ്പായി മാറുമോ? ഇല്ലല്ലോ. നീ ഒരു നീല ഉടുപ്പിട്ടാ നീ നീലയായിട്ട് മാറുമോ? ഇല്ല. ഈ മതം എന്നൊക്കെ പറയണത് ജനിച്ചപ്പോ നമുക്ക് കിട്ടിയ ഒരു ഉടുപ്പ് മാത്രമാണ്. ആ ഉടുപ്പിനുള്ളിൽ ഇരിക്കുന്ന യഥാർത്ഥ ആളാണ് നീ. അയാൾ ഇന്ത്യയിൽ ജനിച്ചാലും അമേരിക്കയിൽ ജനിച്ചാലും അകത്തിരിക്കുന്നത് ഒരേ ആളല്ലേ? പക്ഷെ നമ്മളൊക്കെ ഉടുപ്പുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തല്ലുകൂടുന്ന കുട്ടികളെ പോലെയാ. എന്റെ ഉടുപ്പാണ് ഏറ്റവും നല്ലത്, നിന്റെ ഉടുപ്പ് തെറ്റാണ്. സത്യത്തിൽ നമ്മളെല്ലാരും ഓരോ ഉടുപ്പിട്ട ആ ഒരൊറ്റ കാര്യമാ. പക്ഷെ അത് നമുക്ക് സമ്മതിക്കാൻ പേടിയാ. കാരണം ഉടുപ്പില്ലെങ്കിൽ നമുക്കൊരു പേര് പോലും ഉണ്ടാവില്ല. ദൈവത്തിന് ആരാണ് സൃഷ്ടിച്ചത് എന്ന ചോദ്യത്തിന് ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, അപ്പൊ മനസ്സിലാവും. നിന്നെ ആരാണ് സൃഷ്ടിച്ചത്? നിന്റെ അച്ഛനും അമ്മയും ആണെന്നാണോ നീ വിചാരിക്കണേ? അവരാണോ നിന്റെ കണ്ണിലെ കൃഷ്ണമണിക്ക് ഈ നിറം വേണം എന്ന് തീരുമാനിച്ചത്? അല്ലല്ലോ, അത് തന്നെയല്ലേ ഉണ്ടായേ. നീ പോലും അറിയാതെ നിന്റെ ഉള്ളിൽ ഒരാൾ നിന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ ഒരാളെയാണ് നീ ദൈവം എന്ന് വിളിക്കുന്നത്. ആ ദൈവം തന്നെയാണ് ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് ചോദിക്കുന്നതും. ചോദ്യം ചോദിക്കുന്ന നീയും ഉത്തരം പറയുന്ന ഞാനും ഇത് കേൾക്കുന്ന നീയും എല്ലാം ഒരേ ആളാണെങ്കിൽ പിന്നെ ഇവിടെ ആരാണ് ആരെ സൃഷ്ടിച്ചത്? ചിന്തിക്കണ്ട, ചിന്തിച്ചാൽ തലപ്പുകയും. ഒരു ഉറുമ്പ് ആനയെ കാണുന്നത് പോലെയാണ് ഇത്. ഒരു ഉറുമ്പിന് ആനയുടെ കാല് മാത്രമേ കാണുള്ളൂ, ആ ആനയെ മുഴുവനായിട്ട് കാണാതായിക്കില്ല. നീയും ഈ വീഡിയോ മാത്രമേ കാണുന്നുള്ളൂ എന്ന് മുഴുവനായിട്ട് കാണുന്നില്ല. അടുത്ത വീഡിയോയിൽ കാണാം. ഒരുപക്ഷെ അടുത്ത വീഡിയോയിൽ ഞാൻ നീയായും നീ ഞാനായും മാറിയിരിക്കും. I'm Roy, this are my stupid thoughts. Bye bye, bye bye, bye bye, bye bye, love you.